ലോകഭൂപടത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്: ക്യൂബ. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക ശക്തിയെ നിഷ്പ്രഭമാക്കിയെന്ന് അവകാശപ്പെട്ടതിന് തൊട്ടുപിന്നാലെ കരീബിയൻ കടലിലെ ഈ കൊച്ചു ദ്വീപ് രാഷ്ട്രത്തെ ലക്ഷ്യമിടുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇറാൻ കഴിഞ്ഞു, ഇനി അടുത്തത് ക്യൂബയാണ് എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് അമേരിക്കയുടെ മാക്സിമം പ്രഷർ എന്ന നയതന്ത്ര തന്ത്രത്തിന്റെ രണ്ടാം ഘട്ടമാണെന്ന് വ്യക്തമാണ്. ഹവാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്നും അല്ലാത്തപക്ഷം കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള മുന്നറിയിപ്പ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ച അതേ ശൈലിയിൽ തന്നെയാണ് ട്രംപ് ക്യൂബയ്ക്ക് നേരെയും നീങ്ങുന്നത്. ഇറാന്റെ നാവിക വ്യോമസേനകളെ തകർത്തുവെന്ന് അവകാശപ്പെട്ട് US സൈന്യം അവിടെ നിന്ന് പിന്മാറുമ്പോൾ ആയുധങ്ങളുമായി വരുന്ന വിമാനവാഹിനി കപ്പലുകൾ നേരെ തിരിക്കുന്നത് ക്യൂബൻ തീരങ്ങളിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൻ ക്യൂബൻ തീരത്ത് നിന്ന് 100 വാര അകലെ നങ്കൂരമിടുമെന്നും അത് കാണുമ്പോൾ തന്നെ ക്യൂബൻ ഭരണകൂടം കീഴടങ്ങുമെന്നുമാണ് ട്രംപിന്റെ വിവാദപരമായ പരാമർശം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് മേൽ അമേരിക്കൻ സൈനിക ശക്തി ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തുന്ന ഈ രീതി ആധുനിക നയതന്ത്ര ചരിത്രത്തിൽ അസാധാരണമായ ഒന്നാണ്. സൈനിക നീക്കങ്ങളെക്കാൾ ഉപരിയായി ക്യൂബയുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ ഉപരോധങ്ങളാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യൂബൻ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും അവരുമായി ബന്ധമുള്ള വിദേശ ബാങ്കുകൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ക്യൂബയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന മൂന്നാം രാജ്യങ്ങളെ പോലും ട്രംപ് വെറുതെ വിടുന്നില്ല. ക്യൂബയിലേക്ക് എണ്ണ എത്തിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കനത്ത ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന ഭീഷണി ഇതിനകം തന്നെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്യൂബയുടെ പ്രധാന എണ്ണ വിതരണക്കാരായിരുന്ന മെക്സിക്കോ പോലും അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി എണ്ണക്കപ്പലുകൾ അയക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഈ എണ്ണ ഉപരോധം ക്യൂബയിൽ വലിയ മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് കാരണമായിരിക്കുന്നത്. രാജ്യം മുഴുവൻ കടുത്ത വൈദ്യുതി ക്ഷാമത്തിലും ഇരുട്ടിലുമാണ്. ദേശീയ തലത്തിൽ പല തവണയുണ്ടായ ബ്ലാക്ക് ഔട്ടുകൾ ക്യൂബൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെ താറുമാറാക്കിയിരിക്കുകയാണ്. വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുകയും ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ അതൃപ്തി വളർത്തുകയും ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. ക്യൂബക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന ട്രംപിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നതും ഈ ഇടപെടൽ താൽപ്പര്യമാണ്. ക്യൂബയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുൻപത്തേക്കാൾ ഏറെ കടുപ്പമേറിയതാണ്. ഇറാന്റെ നിലവിലെ തകർച്ചയും വെനസ്വേലയിലെ നിക്കോളാസ് മഡൂറോയുടെ പുറത്താക്കലും ക്യൂബയുടെ പ്രധാന സാമ്പത്തിക പ്രതിരോധ തൂണുകളെയാണ് തകർത്തത്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന സൈനിക നീക്കത്തിലൂടെ മഡൂറോയെ അമേരിക്ക പിടികൂടിയതോടെ ക്യൂബയ്ക്ക് ലഭിച്ചിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള എണ്ണയും സഹായങ്ങളും നിലച്ചു. ഇറാൻ, വെനസ്വേല, ക്യൂബ എന്നീ രാജ്യങ്ങളെ തിന്മയുടെ അച്ചുതണ്ടായി കണ്ടിരുന്ന ട്രംപ് ഭരണകൂടം ഈ രാജ്യങ്ങളെ ഓരോന്നായി ലക്ഷ്യമിടുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം കരീബിയൻ മേഖലയിൽ കുറയ്ക്കാനുള്ള അമേരിക്കയുടെ ദീർഘകാല താൽപ്പര്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. അമേരിക്കൻ മണ്ണിൽ നിന്ന് വെറും 100 മൈൽ മാത്രം അകലെയുള്ള ക്യൂബ ശത്രുരാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ കേന്ദ്രമായി മാറുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. റഷ്യൻ, ചൈനീസ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ക്യൂബ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വൈറ്റ് ഹൗസ് വാദിക്കുന്നു. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് ക്യൂബ താവളമൊരുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും പുതിയ ഉപരോധങ്ങൾക്ക് ന്യായീകരണമായി അമേരിക്ക നിരത്തുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കൻ അധിനിവേശം നടത്താനുള്ള ശ്രമമാണെന്നുമാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കാനലിന്റെ പക്ഷം. ക്യൂബയ്ക്കെതിരെയുള്ള ട്രംപിന്റെ ഈ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നിൽ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ചില നിർണായക ഘടകങ്ങളുമുണ്ട്. ഫ്ലോറിഡയിലെ വലിയൊരു വിഭാഗം വോട്ടർമാർ ക്യൂബൻ വിരുദ്ധ നിലപാടുള്ളവരാണ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ തകർക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഫ്ലോറിഡ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ നേട്ടമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഞാൻ ഒരു ജോലി തുടങ്ങിയാൽ അത് പൂർത്തിയാക്കിയേ അടങ്ങൂ എന്ന ട്രംപിന്റെ പ്രസ്താവന സ്വന്തം അനുയായികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തന്നെ ഇറാനിൽ യുദ്ധം നടത്തിയതുപോലെ ക്യൂബയിലും പ്രസിഡന്റിന് ലഭിച്ചിട്ടുള്ള പ്രത്യേക അധികാരങ്ങൾ, അതായത് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. എന്നാൽ ഈ നീക്കം വലിയൊരു കുടിയേറ്റ പ്രതിസന്ധിക്കും വഴി തുറന്നിട്ടുണ്ട്. സാമ്പത്തിക തകർച്ചയും പട്ടിണിയും മൂലം ലക്ഷക്കണക്കിന് ക്യൂബക്കാരാണ് അമേരിക്കൻ അതിർത്തികളിലേക്ക് പലായനം ചെയ്യുന്നത്. 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഏകദേശം 8.5 ലക്ഷത്തോളം ക്യൂബക്കാർ അമേരിക്കയിൽ എത്തിയെന്നാണ് കണക്കുകൾ. താൻ തന്നെ സൃഷ്ടിച്ച ഉപരോധങ്ങൾ മൂലം ജനങ്ങൾ പലായനം ചെയ്യുകയും അത് അമേരിക്കയിൽ അഭയാർത്ഥി പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്ന വിരോധാഭാസമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്.
ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ക്യൂബൻ ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്കാണ് ട്രംപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ട്രംപിന്റെ ഈ പ്രഖ്യാപനങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തി കീഴടക്കുമെന്ന പ്രസ്താവന ആഗോള നിയമങ്ങളുടെ ലംഘനമാണെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും അമേരിക്കൻ ഉപരോധങ്ങളെ ഭയന്ന് ക്യൂബയുമായി സഹകരിക്കാൻ ഭൂരിഭാഗം രാജ്യങ്ങളും മടിക്കുകയാണ്. ക്യൂബൻ മെഡിക്കൽ മിഷനുകൾ എന്നറിയപ്പെടുന്ന ക്യൂബൻ ഡോക്ടർമാരുടെ സേവനം പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കപ്പെട്ടു. ക്യൂബൻ ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമായിരുന്ന ഇതിനെ നിർബന്ധിത തൊഴിൽ എന്ന് വിശേഷിപ്പിച്ചാണ് അമേരിക്ക എതിർത്തത്. ക്യൂബയെ ഒരു ഭീകരവാദ സ്പോൺസർ രാജ്യമായി ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതോടെ വിദേശ നിക്ഷേപങ്ങൾ പൂർണ്ണമായും നിലച്ചു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ക്യൂബൻ സ്വാധീനം ഇല്ലാതാക്കാൻ ഗ്വാട്ടിമാല, ഹോണ്ടുറാസ് തുടങ്ങിയ രാജ്യങ്ങളെ കൊണ്ട് ക്യൂബയുമായുള്ള ബന്ധം വിച്ഛേദിപ്പിക്കാനും ട്രംപിന് സാധിച്ചു. ഈ തന്ത്രപരമായ ഒറ്റപ്പെടുത്തൽ ക്യൂബയെ ഒരു സന്ധിക്ക് പ്രേരിപ്പിക്കുമോ അതോ വലിയൊരു പ്രത്യാക്രമണത്തിന് വഴിയൊരുക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് സംസാരിക്കുന്നതിന് പകരം പടക്കപ്പലുകളുടെ നിഴലിൽ നിന്നുകൊണ്ട് സംഭാഷണത്തിന് വിളിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ ആഴം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ക്യൂബയുടെ മേൽ ട്രംപ് പ്രയോഗിക്കുന്ന ഈ അയൺ ഫീസ്റ്റ്, അതായത് ഇരുമ്പ് മുഷ്ടി നയം, മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വിത്ത് പാകിയിരിക്കുന്നത്. ശീതയുദ്ധകാലത്തെ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ക്യൂബ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണിത്. സമാധാനപരമായ സഹവർത്തിത്വത്തിന് പകരം ശക്തിപ്രയോഗത്തിലൂടെ ഭരിക്കുക എന്ന ട്രംപിന്റെ നയം ആഗോള ക്രമത്തെ തന്നെ മാറ്റിയിരിക്കുന്നു. ഇറാന്റെ കാര്യത്തിലെന്ന പോലെ ക്യൂബയിലും ഒരു കരാറിൽ ഏർപ്പെടുക എന്നതിനേക്കാൾ അമേരിക്കയുടെ അധീശത്വം ഉറപ്പിക്കുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഭരണകൂടങ്ങൾ മാറിയേക്കാം, പക്ഷേ ഉപരോധങ്ങളുടെയും യുദ്ധഭീഷണികളുടെയും ഇടയിൽപ്പെട്ട് വീർപ്പുമുട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഹവാനയിലെ തെരുവുകളിൽ ഇരുട്ടും പട്ടിണിയും പടരുമ്പോൾ വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ പ്രഖ്യാപനവും ഒരു ജനതയുടെ വിധിയെയാണ് നിർണ്ണയിക്കുന്നത്. ക്യൂബ കീഴടങ്ങുമോ അതോ പട്ടിണി കിടന്നും ചെറുത്തു നിൽക്കുമോ? വിമാനവാഹിനി കപ്പലുകൾ കരീബിയൻ തീരത്ത് നങ്കൂരമിടുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിനായല്ല, മറിച്ച് മാറ്റത്തിന്റെ വെടിയൊച്ചകൾക്കായാണ്. ഈ അധികാര പോരാട്ടം ഒരു പുതിയ ലോകയുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന മറ്റൊരു അധ്യായത്തിന് തുടക്കമാകുമോ എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാട്ടിത്തരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.